നാർസിസിന്റെ കൂടെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇവരെന്തെങ്കിലും മാറിയാലോ, ഇവരുടെ ഈ ഒരു ടോക്സിക് സ്വഭാവമെല്ലാം മാറ്റിവെച്ച് എന്നെങ്കിലും എന്നെ സ്നേഹിച്ചാലോ, എന്നോട് നല്ല രീതിയിൽ പെരുമാറിയാലോ. ഈ ഒരു സ്വപ്നവും ചിന്തയും ഉണ്ടാകാത്ത ഒരു റിലേഷൻഷിപ്പും ഈ നാർസിസ്റ്റുമായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നെങ്കിലും ഈ ഒരു നാർസിസിസ്റ്റ് മാറുമോ എന്നുള്ളതാണ്. ഇവർ ബെറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുമോ, ഇവരുടെ ഈ ഒരു സ്വഭാവം ഇംപ്രൂവ് ആകുമോ എന്നതിനെ കുറിച്ച്. സോ വീഡിയോയും ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. ടോപ്പിക്കിലേക്ക് പോവാം. ഇതിലാദ്യം നമുക്ക് ഓരോ ആളുകളും ഈ ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവരെ കൂടുതൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവരിൽ മാറ്റം വരും. കൂടുതൽ കാലം ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിൽ മാറ്റം വരും. ഇവരാഗ്രഹിച്ച പോലെ നമ്മൾ തിരിച്ച് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ഈ ഒരു എക്സ്പെക്റ്റേഷനാണ് ഓരോ ആളുകളെയും ഇവരുടെ കൂടെ പിടിച്ചു നിർത്തുന്നത്. ഇതിലാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്താനുള്ളത്. ഈ ഒരു സാഹചര്യം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു നാർസിസ്റ്റിന്റെ കൂടെ ജീവിക്കുമ്പോൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യും. ഇനി ഇതിന്റെ ഒരു റിയാലിറ്റി നോക്കുകയാണെങ്കിൽ, നിങ്ങൾ കൂടുതൽ കാലം നിന്നത് കൊണ്ടോ, കൂടുതൽ അവരെ സ്നേഹിച്ചത് കൊണ്ടോ, അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അവർ മാറുമോ? ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർ ചെയ്യുന്നത് തെറ്റാണെന്നും അവരൊരു മിസ്റ്റേക്ക് ആണെന്നും അവർ ടോക്സിക് ആണെന്നും അവർ റിയലൈസ് ചെയ്താൽ മാത്രമേ അവർ മാറേണ്ട ആവശ്യം അവിടെ വരുന്നുള്ളൂ. പകരം ഇതെല്ലാം മനസ്സിലാക്കുന്നത് നിങ്ങളാണെങ്കിൽ അവർ എങ്ങനെ മാറും? അവരുടെ തെറ്റ് ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് അവിടെ മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഇത് നിങ്ങളോട് തന്നെ ചോദിക്കണം. ഇവിടെ ആയിരിക്കണം നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങേണ്ടത്. ഓരോ വാക്കുകളിലും ഓരോ പ്രവൃത്തികളിലും അവർ നിങ്ങളെ മാറി മാറി അബ്യൂസ് ചെയ്യുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം അവരുടെ ഭാഗത്ത് ഒരു ന്യായീകരണം ഉണ്ടാവും. ഈ കാരണം കൊണ്ട് ഞാൻ അത് ചെയ്തു, ഈ കാര്യം നീ ചെയ്തത് കൊണ്ട് ഞാൻ നിന്നോട് ഇത് ചെയ്തു, ഇങ്ങനെ അവർക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. ഒരിക്കലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഉള്ള ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയോ അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാറില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അക്കൗണ്ടബിലിറ്റി എന്ന ഒരു പ്രോസസ്സ്, അങ്ങനെ ഒരു സ്വഭാവ രീതി ഈ നാർസിസ്റ്റിന് തീരെ ഇല്ലാത്തതാണ്. സോ ഈ അക്കൗണ്ടബിലിറ്റി പോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും ബുദ്ധിമുട്ടും കഷ്ടതകളൊക്കെ മനസ്സിലാക്കി സ്വയം മാറണമെന്ന് ചിന്തിക്കണമെങ്കിൽ നല്ല ഒരു എമൗണ്ട് എമ്പതി ആവശ്യമുണ്ട്. ഈ ഒരു എമ്പതിയും നാർസിസിസ്റ്റിൽ ശരിക്കും കാണാൻ കിട്ടാത്ത ഒന്നാണ്. അങ്ങനെ ഒരു എമ്പതി ചിന്ത ഉള്ള ഒരാളാണെങ്കിൽ അയാൾ ഒരിക്കലും നിങ്ങളെ ആദ്യം മുതലേ വേദനിപ്പിക്കില്ല, കഷ്ടപ്പെടുത്തില്ല. നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിങ്ങളോട് ചെയ്യുന്ന ഓരോ തെറ്റുകളും ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി മാറാൻ അയാൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വേണം. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, സ്വയം ചിന്തിക്കുന്നത് മാറ്റി നിർത്തി ഞാൻ കാരണം മറ്റൊരാൾ വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു എമ്പതി അയാൾക്ക് വേണം. അത് അയാൾക്ക് ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ജസ്റ്റ് ഒരു ലോജിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇനി ഇതിലുള്ള കുറെ സയൻസ് ഫാക്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഒരു റിയൽ ചേഞ്ച് എപ്പോഴും സെൽഫ് അവയർനെസ്, അക്കൗണ്ടബിലിറ്റി, കൺസിസ്റ്റന്റ് എഫേർട്ട്, ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ഒന്നാണ്. പക്ഷെ ഒരു നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പ്രശ്നങ്ങൾ ഡിനൈ ചെയ്യും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, സ്വന്തം തെറ്റുകളുടെ റെസ്പോൺസിബിലിറ്റീസ് അവോയ്ഡ് ചെയ്യും. ഈ ഒരു രീതിയിൽ നോക്കി തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ഇവിടെ മിസ്സിംഗ് ആണ്. സ്വയം റിയലൈസ് ചെയ്ത് തുടങ്ങാനുള്ള ഒരു എനർജി, ഫ്യൂവൽ പോലും ഇവരുടെ കയ്യിൽ ഇല്ല. ഇങ്ങനെയുള്ള വ്യക്തികളിലാണ് നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നത്. തീർന്നിട്ടില്ല.
ഇവരുടെ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വെരി ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാരണം അവർ മാറില്ല. പക്ഷെ അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റ് അവർ സ്വയം സമ്മതിച്ച് സ്വയം ഒരു തെറാപ്പിക്ക് പോവാൻ റെഡിയായി കുറെ കാലം കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരും. ചേഞ്ച് ഈസ് പോസിബിൾ, ബട്ട് നോട്ട് ബിക്കോസ് ഓഫ് യു. യു കാനോട്ട് ചേഞ്ച് ദം. അതാണ് റിയാലിറ്റി. ഇത് എത്ര നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോയാലും ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം. ഇനിയും നിങ്ങൾക്കൊരു കൺക്ലൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാറുള്ള ഒരു സിനാരിയോ എടുത്തു നോക്കുക. നിങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ടാവുന്നു. അയാൾ നിങ്ങളെ ചീറ്റ് ചെയ്തതോ അബ്യൂസ് ചെയ്തതോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇത് അയാളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും ചെയ്യുക? അയാൾ നിങ്ങളുമായിട്ട് ഒരു ആർഗ്യുമെന്റിലേക്ക് വരും. നിങ്ങൾ പറയുന്ന കാര്യം അതൊരു പ്രശ്നമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അയാൾ നിങ്ങളുമായിട്ട് വലിയ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാക്കും. അതൊരു അടിപിടിയാവും, പ്രശ്നമാവും. ചിലപ്പോൾ സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും, പിന്നെ അങ്ങോട്ടൊരു റെസ്പോൺസ് ഇല്ല. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും അബ്യൂസ് ചെയ്യുമായിരിക്കും. പക്ഷേ ഞാൻ നിന്നെ വേദനിപ്പിച്ചു, മോശമായി പോയി എന്ന് ചിന്തിച്ച് റിയലൈസ് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് വളരെ വളരെ റയർ ആയിരിക്കും. അത് ഒരു രീതിയിൽ നോക്കിയാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർ പറയുന്ന ഒരു സോറി പോലും നിനക്കങ്ങനെ ഫീൽ ആയതിൽ സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, ഈ ഒരു രീതിയിലായിരിക്കും. നിങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നമോ സംഭവിച്ച ഒരു കാര്യമോ പോലും വീണ്ടും എടുത്ത് സംസാരിക്കാനോ അഭിപ്രായം പറയാനോ അവർ റെഡിയാവില്ല. ഈ ഒരാളിൽ നിന്നാണ് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തു തുടങ്ങും. ഞാനൊന്നും കൂടെ സെൻസിറ്റീവ് അല്ലാതെ റെസ്പോണ്ട് ചെയ്യാം, ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും എടുത്തു ചാടി പോയി ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങളെ മാറ്റിയെടുക്കും. ഇവിടെ അയാൾ മാറുന്നില്ല. അയാൾ വീണ്ടും ഒന്നും കൂടെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയും നിങ്ങളവിടെ ഒരു സെൽഫ് കൺട്രോളിൽ ഒതുങ്ങിക്കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം തീർക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു ജീവിതത്തിലാണ് നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നത്. ഈ ഒരു വ്യക്തിയാണ് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഈ കാത്തിരിപ്പിനൊരു അവസാനമില്ല എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ മാറ്റം തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് ചിന്തിക്കുന്ന സമയത്ത് വിൽ ദേ ചേഞ്ച് എന്നുള്ള ആ ഒരു പാറ്റേൺ തോട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കരുത്. അതിന് പകരം അവർ എന്നെ അബ്യൂസ് ചെയ്ത് വീണ്ടും എന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഈ ഒരു പാറ്റേൺ മാറുമോ എന്ന് ചിന്തിക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന കാര്യം കൂടെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കണം. അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിൽ വലിയ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സ്വയം ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടാക്കി തുടങ്ങണം. നല്ല ക്ലാരിറ്റി വേണം. എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യണം. എല്ലാ കാര്യങ്ങൾക്കും എവിഡൻസ് കീപ്പ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കണം. നിങ്ങൾക്കുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ അബ്യൂസുമാണ് നിങ്ങളുടെ സമാധാനത്തിലേക്കുള്ള ദൂരം ഒരുപാട് അകലെയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നത്. അവരിൽ നിന്ന് നിങ്ങൾ എത്ര അകന്നു വരുന്നുവോ അത്രത്തോളം നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ഓർമ്മയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു തീരുമാനം. ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണം, എന്തെങ്കിലും കാര്യത്തിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം.
സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.